നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ, കാൻഗ്രൂസ് ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. എരമത്ത് വീട് തകർന്നു. പഴയങ്ങാടിയിൽ കടകളിലും വീടുകളിലും വ്യാപകമായി വെള്ളം കയറി. മതസൗഹാർദ്ദം ഊട്ടിവളർത്തേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നും എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് അത് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുവെന്ന് ചിന്തിക്കണമെന്നും MP KC വേണുഗോപാൽ. കുഞ്ഞിമംഗലം പുതിയപുഴക്കര റോഡ് പാർശ്വഭിത്തി നിർമ്മാണത്തിന് 32 ലക്ഷം രൂപ അനുവദിച്ചു. TV രാജേഷ് MLAയുടെ വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. റോഡിന്റെ അപകട ഭീഷണി നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണൂർ ജില്ലയിൽ പെട്രോൾ പമ്പ് സമരം. ചാകരക്കോളുമായി സമീപ ജില്ലയിലെ പമ്പുകൾ. കരിവെള്ളൂർ കുതിരിലെ ഉഷാകുമാരിക്കും കുടുംബത്തിനും സഹായഹസ്തവുമായി നാട്ടുകാർ. കുടുംബസഹായ സമിതി സ്വരൂപിച്ച 3.5 ലക്ഷം രൂപ C കൃഷ്ണൻ MLA കൈമാറി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത മഴയിൽ പഴയങ്ങാടിയിൽ വ്യാപക നാശനഷ്ടം. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഓവുചാൽ മണ്ണിട്ട് മൂടിയതാണ് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും ചെളിവെള്ളം കയറാൻ കാരണമായത്. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി എരിപുരം മുതൽ പഴയങ്ങാടി വരെ ഓവുചാൽ മൂടിയതാണ് വ്യാപക നാശനഷ്ടങ്ങൾക്ക് കാരണമായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പെയ്ത മഴയിലെ വെള്ളം വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും ഒഴുകിയെത്തി. പഴയങ്ങാടിയിലെ ട്രേഡ് ഹൗസിൽ ചെളിവെള്ളം കയറി വ്യാപകമായി നാശനഷ്ടവുമുണ്ടായി. 8 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. പഴയങ്ങാടിയിലെ V ഷാഹുൽ ഹമീദിന്റെ വീട്ടിലും കടയിലും ചെളിവെള്ളം കയറി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. സംഭവമറിഞ്ഞ് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് CV കുഞ്ഞിരാമൻ, CPM നേതാവ് V വിനോദ്, SV റഷീദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ അബ്ദുള്ള, VKV മനോജ് എന്നിവർ KSTP അധികൃതരുമായി ചർച്ച നടത്തി. പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കണ്ടെത്തുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. എരമം കണ്ണാപ്പള്ളിപ്പൊയിൽ മഴയെ തുടർന്ന് വീട് തകർന്നു. മൂരിക്കൽ പടിഞ്ഞാറ്റിയിൽ അമ്മണിയുടെ വീടാണ് തകർന്നത്. 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വീട് കുതിർന്നതിനെ തുടർന്ന് ഇന്ന് ഉച്ചയോടെയാണ് വീട് പൂർണ്ണമായും തകർന്നു വീണത്. ശബ്ദം കേട്ടയുടൻ അമ്മിണിയും അമ്മ പാർവതിയും പുറത്തേക്കോടിയതിനാൽ ആരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം പൊട്ടി വീണ് പഴയങ്ങാടി ഇലക്ട്രിക്കൽ സെക്ഷനിൽ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. സംഭവത്തെ തുടർന്ന് പ്രദേശങ്ങളിൽ മണിക്കൂറുകളോളം വൈദ്യുതിയും തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് പഴയങ്ങാടി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ വിളയാങ്കോട്, പിലാത്ര, കടന്നപ്പള്ളി പ്രദേശങ്ങളിൽ 5ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ മരം കടപുഴകി വീണതിനെ തുടർന്ന് തകർന്നത്. സംഭവത്തെ തുടർന്ന് പ്രദേശങ്ങളിൽ മണിക്കൂറുകളോളം വൈദ്യുതി ബന്ധം താറുമാറായി. KSB പ്രവർത്തകരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വൈകിട്ടോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പുളിങ്ങോം മഖാം ഉറൂസിന് സമാപനമായി. അനുബന്ധിച്ച് നടന്ന സൗഹൃദ സംഗമം മുൻ മന്ത്രി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പുളിങ്ങോം മഖാം ഉറൂസ് അർപ്പണബോധത്തിൻ്റെയും വിശ്വാസ സമർപ്പണത്തിൻ്റെയും മഹനീയമായ സന്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന മഹത്തരമായിട്ടുള്ള ഒരു വേളയാണ് കാര്യം. 5 ദിവസം നീണ്ടുനിന്ന ഉറൂസ് നേർച്ചയ്ക്ക് മൗലീദ് പാരായണത്തോടെ സമാപനമായി. ഞായറാഴ്ച അന്നദാനത്തിനു ശേഷം നടന്ന സൗഹൃദ സംഗമം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദം ഊട്ടിവളർത്തേണ്ടത് രാജ്യത്തിന്റെ ആവശ്യകതയാണെന്നും 10 മാസം പ്രായമായ ഗവൺമെന്റ് അത് എത്രമാത്രം പ്രാവർത്തികമാക്കുന്നുണ്ടെന്ന് നാം ചിന്തിക്കേണ്ട വസ്തുതയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
TV അബ്ദുൽ ഖാദർ ഹാജി അധ്യക്ഷനായി. കെ അഷ്റഫ് ഹാജി, റോഷി ജോസ്, ബേബി കളത്തിൽ, കെ കുഞ്ഞികൃഷ്ണൻ നായർ, ഫാദർ സെബാസ്റ്റ്യൻ, കൃഷ്ണൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കുഞ്ഞിമംഗലം പുതിയ പുഴക്കര റോഡിന് പാർശ്വബുദ്ധി നിർമ്മാണത്തിനായി 32 ലക്ഷം രൂപയുടെ പ്രവൃത്തിക്ക് ഭരണാനുമതിയായി. TV രാജേഷ് MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുമാണ് രൂപ അനുവദിച്ചത്. പുതിയ പുഴക്കര പാലത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കുഞ്ഞിമംഗലം പുതിയ പുഴക്കര റോഡിന്റെ പുഴയോട് ചേർന്നുള്ള പാർശ്വഭിത്തി ഇടിഞ്ഞ് അപകട ഭീഷണി ഉയർത്തുന്ന സംഭവത്തെ നെറ്റ്വർക്ക് ന്യൂസ് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് TV രാജേഷ് MLAയും അനുബന്ധ വകുപ്പ് അധികൃതരും സ്ഥലം സന്ദർശിച്ചിരുന്നു. പ്രശ്നം പരിഹരിക്കുന്നതിന് പാർശ്വഭിത്തിയുടെ നിർമ്മാണത്തിനായി തന്റെ പൂർണ്ണ പിന്തുണ MLA ഉറപ്പു നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് MLAയുടെ ഫണ്ടിൽ നിന്നും 32 ലക്ഷം രൂപ അനുവദിച്ചത്. ഫണ്ട് ലഭിച്ചാൽ ഉടൻ പ്രവൃത്തി ആരംഭിക്കാനും സാധിക്കുമെന്ന് വകുപ്പ് അധികൃതരും ഉറപ്പു നൽകിയിരുന്നു. അതിനാൽ തന്നെ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, പിലാത്ര. കണ്ണൂർ ജില്ലയിൽ പെട്രോൾ പമ്പ് സമരം. പെരുവഴിയിലായ ഇരുചക്രവാഹന യാത്രികർ തൃക്കരിപ്പൂരിലെ പെട്രോൾ പമ്പിന് മുൻപിൽ ക്യൂവിൽ. തിരക്കു നിയന്ത്രിക്കാനാവാതെ പമ്പുടമകൾ. ഇത് ബീവറേജിന് മുൻപിലെ ക്യൂവാണെന്ന് ധരിച്ചാൽ തെറ്റി. പെരുവഴിയിൽ പെട്ടുപോയ ഇരുചക്രവാഹനക്കാർ വണ്ടി ഒന്നനക്കി വീട്ടിലെത്തിക്കാനെങ്കിലും ഒരു കുപ്പി പെട്രോളിനായി നിൽക്കുന്ന ക്യൂവാണിത്. ബോണസ് ആവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ പെട്രോൾ പമ്പ് തൊഴിലാളികൾ ഞായറാഴ്ച ആരംഭിച്ച സമരമോർക്കാതെ നിരത്തിലിറങ്ങിയവരാണ് ആകെ വലഞ്ഞത്. കൈക്കുഞ്ഞുങ്ങളെയും എടുത്ത് ഭാര്യാസമേതം യാത്രയായവരും പമ്പിനു മുന്നിൽ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. സമരമില്ലാത്ത കാസർഗോഡ് ജില്ലയിലെ തൊട്ടടുത്ത പമ്പുകളിലാണ് ബീവറേജിനേക്കാൾ കടന്ന ക്യൂ കാണുന്നത്. കുട്ടികളും സ്ത്രീകളും അടക്കം മനുഷ്യന്മാർ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്നുണ്ട്. പെട്രോൾ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരിക്കും. എങ്ങനെ യാത്ര ചെയ്യും മനുഷ്യന്മാർ? വിഷുവിൻ്റെ ദിവസം അടുത്ത് വരികയാണ്. വിഷു കണികൾ വീട്ടിൽ ഒരുക്കേണ്ട കാര്യങ്ങളാണ് ഉള്ളത്. എല്ലാവരും പെട്രോൾ ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യും? അരിയല്ല മനുഷ്യൻ സാധനങ്ങളല്ല വേണ്ടത്. പെട്രോൾ ഇല്ലെങ്കിൽ എങ്ങനെ യാത്ര ചെയ്യും? ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു. പമ്പുടമകളെയും തൊഴിലാളികളെയും തിങ്കളാഴ്ച വൈകിട്ട് കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ചർച്ച വിജയിച്ചില്ലെങ്കിൽ സമരം വിഷുവിനെ സാരമായി തന്നെ ബാധിക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദുരിതം പേറുന്ന കുടുംബത്തിന് ഒരു കൈസഹായം. കരിവെള്ളൂർ കുതിരിലെ ഉഷാകുമാരിക്കും കുടുംബത്തിനും കുടുംബസഹായ സമിതിയുടെ 3.5 ലക്ഷം രൂപ സി കൃഷ്ണൻ MLA കൈമാറി. ഉഷാകുമാരിയുടെ ദയനീയ സ്ഥിതി നെറ്റ്വർക്ക് ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സഹായത്തിനാരുമില്ലാതെ മഴക്കാലമായാൽ വെള്ളം കെട്ടി നിൽക്കുന്ന വീട്ടിൽ കഴിയുന്ന അഭ്യസ്തവിദ്യയായ ഉഷാകുമാരിയുടെയും കുടുംബത്തിന്റെയും ദയനീയ സ്ഥിതി നെറ്റ്വർക്ക് ചാനൽ അടക്കമുള്ള മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ചികിത്സാ സഹായ കമ്മിറ്റി സ്വരൂപിച്ചെടുത്ത തുകയാണ് MLA സി കൃഷ്ണൻ കൈമാറിയത്. വേദന അനുഭവിക്കുന്ന സഹജീവികളെ സഹായിക്കുവാൻ ഒരുപറ്റം ആളുകൾ തയ്യാറാകുന്നത് ശ്ലാഘനീയമാണെന്ന് തുക കൈമാറിക്കൊണ്ട് MLA പറഞ്ഞു. ചടങ്ങിൽ PV നാരായണി അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP തമ്പാൻ മാസ്റ്റർ, PV അപ്പുക്കുട്ടൻ, അപ്യാൽ രാഘവൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉഷാകുമാരിയുടെ പൂർവ്വ സഹപാഠികൾ വീടിന്റെ മേൽക്കൂര നിർമ്മിക്കുന്നതിനുള്ള സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പഴയങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി കമ്പിയോട് ചേർത്ത കൂറ്റൻ പരസ്യ ബോർഡുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. പരസ്യ ബോർഡ് വൈദ്യുതി കമ്പിക്കു മുകളിൽ പൊട്ടിവീണ പഴയങ്ങാടിയിൽ വൈദ്യുതി ബന്ധം നിലച്ചു. ഒഴിവായത് വൻ ദുരന്തം. കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കുന്ന കൂറ്റൻ പരസ്യ ബോർഡുകളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ലക്ഷക്കണക്കിന് രൂപ വാടക നൽകിയാണ് മിക്ക കമ്പനികളും ബോർഡ് സ്ഥാപിക്കുന്നത്. ഇത്തരത്തിൽ സ്ഥാപിക്കുന്ന ബോർഡുകളാകട്ടെ യാതൊരു സുരക്ഷിതത്വമില്ലാതെയാണ് സ്ഥാപിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ പഴയങ്ങാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ച കൂറ്റൻ പരസ്യ ബോർഡ് ഹൈടെൻഷൻ വൈദ്യുത ലൈനിൽ മുകളിലേക്ക് മറിഞ്ഞ് വൈദ്യുത കമ്പി പൊട്ടിവീണിരുന്നു. ഇത് കാരണം പഴയങ്ങാടി, ചെറുകുന്ന മേഖലകളിൽ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങി. വൈദ്യുതി കമ്പി പൊട്ടിവീണത് പുലർച്ചെയായതിനാൽ ആളപായം ഒഴിവായി. വൈദ്യുതി കമ്പിയോട് ചേർന്ന് ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കാൻ യാതൊരു അനുമതിയുമില്ലെന്നിരിക്കെയാണ് അന്യായമായി ഇത്തരം ബോർഡുകൾ വ്യാപകമാകുന്നത്. അപകടക്കെണിയൊരുക്കുന്ന കൂറ്റൻ ബോർഡുകൾ ഉടൻ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. KSTP റോഡ് നിർമ്മാണം. പഴയങ്ങാടിയിൽ റോഡ് ചെളിക്കുളമായി, ഗതാഗതം താറുമാറായി. നിർമ്മാണ പ്രവൃത്തി നീണ്ടുപോകുന്നത് അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന ആക്ഷേപം ശക്തമാകുന്നു. എന്നാൽ ഇപ്പൊ ബസ് സ്റ്റാൻഡ് മുതൽ നമ്മുടെ മാടായി ഗ്രാമപഞ്ചായത്ത് വരെയുള്ള വർക്ക് നടത്തിയിരിക്കുന്നത് പൂർണ്ണമായി മൊത്തത്തിൽ പൊളിച്ചുകൊണ്ടാണ് ഇവർ ഈ വർക്ക് നടത്തിയത്. അതിന്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നത്. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിൽ കുഴിയെടുക്കുന്നതാണ് റോഡ് ചെളിക്കുളമാകാൻ കാരണമായത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത മഴയിൽ റോഡ് ഉഴുതുകിളച്ച അവസ്ഥയിലായി. ഇരുചക്രവാഹനക്കാർ തെന്നി വീണു. കാൽനടയാത്രയും ഇതുവഴി സാധ്യമല്ല. ഒരാഴ്ച മുൻപാണ് പഴയങ്ങാടി പട്ടണത്തിൽ KSTP റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്.
രാത്രിയും പകലും പ്രവൃത്തി നടത്തി നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാമെന്ന് KSTP അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവൃത്തി മന്ദഗതിയിലാവുകയായിരുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് നിർമ്മാണ പ്രവൃത്തി വൈകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിഷുവിന് ഏകദേശം 2 ദിവസം മാത്രമേ ഉള്ളൂ. അതിനിടയിലാണ് ഈ ദുരിതം കൂടി ജനങ്ങൾ അനുഭവിക്കുന്നത്. കച്ചവടക്കാർക്ക് മൊത്തമായിട്ടും ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങൾ പലതുമുണ്ട്. വിഷുവിനോടടുത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് വ്യാപാരികളെയും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ണൂർ കാസർഗോഡ് ജില്ലാ തൈക്കൊണ്ടോ ഫാമിലി ക്ലബിന്റെ കുടുംബസംഗമം എടാട്ട് ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. KC വേണുഗോപാൽ MP കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു കായിക സംസ്കാരത്തിന്റെ ഭാഗമാക്കി വളർത്തിയെടുക്കുക, ഡിസിപ്ലിൻഡായ ഒരു ലൈഫിലേക്ക് അവരെ ആനയിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. മിക്കവാറും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ അതല്ലാതെ അവരെ എല്ലാം നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ അതിലേക്ക് ഒന്നിൻ്റെയും തടവറയിൽ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഔട്ട്ലുക്കിൽ ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. ഇപ്പോൾ ആളുകൾക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ കോഴിക്കോട് നോർത്ത് ACP ജോസി ചെറിയാൻ അധ്യക്ഷനായി. ചടങ്ങിന്റെ ഭാഗമായി നാഷണൽ അമ്പയർമാർക്കുള്ള മൊമന്റോ വിതരണവും അനുമോദനവും നടന്നു. ഉദ്ഘാടകൻ KC വേണുഗോപാൽ MP ഉപഹാരം വിതരണം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K കുഞ്ഞികൃഷ്ണൻ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ, പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രശാന്ത് നായനാർ, പയ്യന്നൂർ റോട്ടറി ക്ലബ്ബ് മിഡ് ടൗൺ പ്രസിഡന്റ് ഗംഗാധരൻ മേലടത്ത്, കൊക്കാനശ്ശേരി JCS പ്രസിഡന്റ് M നൌഷാദ്, കണ്ണൂർ ജില്ലാ തൈക്കൊണ്ടോ അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് KC പത്മനാഭൻ മാസ്റ്റർ, ഡോക്ടർ ഗോപിനാഥ്, ഹരികൃഷ്ണൻ PK, M സത്യൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ആലക്കാട് പൗരസമിതി വനിതാ വിഭാഗം നിർമ്മിച്ച സോപ്പുകളുടെ കൈമാറ്റം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ K സരസ്വതി അധ്യക്ഷയായി. സ്വയം തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി ആലക്കാട് പൗരസമിതി വനിതാ വിഭാഗം നിർമ്മിച്ച ഡിറ്റർജന്റ് ബാത്ത് സോപ്പുകളുടെ ഉദ്ഘാടനം പൗരസമിതി ഓഫീസ് പരിസരത്ത് നടന്നു. മായം കലർന്ന സോപ്പുകളുടെ അനേകം കോടി വ്യാപാരം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്നും എല്ലാവരും ഇത്തരം സോപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മായം കലർന്ന സോപ്പുകളെ തൂത്തെറിയാൻ കഴിയുന്നെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ PV ഗൗരി പറഞ്ഞു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാടിൽ അല്ലെ നമ്മുടെ വീടിനകത്ത് തന്നെ TV മാധ്യമങ്ങളിലെല്ലാം കാണുന്ന പരസ്യം, ഒരു സോപ്പിൻ്റെ പരസ്യം കാണുമ്പോൾ നാളെ നമ്മൾ ഏവരും അതിൻ്റെ പിറകെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഏവരും നീങ്ങുന്നത്. സോപ്പുകളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് K ഗോവിന്ദൻ പ്രഭാഷണം നടത്തി. KP കണ്ണൻ സോപ്പുകൾ ഏറ്റുവാങ്ങി. പ്രകാശൻ P, ദിലീപ് കുമാർ M, രമ ടീച്ചർ, M പുഷ്പ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിഷു ഒരുക്കങ്ങളും വിപണികളും മലയോരത്ത് നിർജീവം. റബ്ബറിന്റെ വിലയിടിവ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി കൂലിപ്പണിക്കാരെ പോലും ബാധിച്ചതാണ് കാരണം. സാധാരണഗതിയിൽ മലയോരത്ത് വിഷു അതിഗംഭീരമാകുമായിരുന്നു. പലചരക്ക് കടകളിലും പച്ചക്കറി കടയിലും വൻ തിരക്കാണ് അനുഭവപ്പെടുക. ഇവയ്ക്കെല്ലാം ഉപരി പച്ചക്കറിയും തുണിത്തരങ്ങളും എന്നുവേണ്ട കൊന്നപ്പൂ വരെ വഴിയോരത്ത് കച്ചവടവും നടത്തിയിരുന്നു. എന്നാൽ ഇവയൊന്നും ഇത്തവണ കാണാനില്ലെന്ന് മാത്രമല്ല, ഒരു കടകളിലും പതിവ് കാഴ്ചയല്ലാതെ ആളനക്കവുമില്ല. റബ്ബറിന്റെ വിലയിടിവ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയേക്കാളുപരി മലയോരത്തെ ബാധിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. തൊഴിലുറപ്പ് പദ്ധതിക്കാർ കാർഷിക തോട്ടങ്ങളിൽ പണിയെടുക്കാൻ തുടങ്ങിയതോടെ കൂലിപ്പണിക്കാരായ പുരുഷന്മാരുടെ കൂലി അമ്പേ ഇല്ലാതായി. അതുകൊണ്ട് തന്നെ കൃഷിക്കാരും കൂലിപ്പണിക്കാരും പഴയതുപോലെ ദാരിദ്ര്യത്തിലുമായി. അതുകൊണ്ട് തന്നെ വിഷു വിപണിയും നിർജീവവുമായി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. വിഷുവിന് മധുരമേകാൻ ഇത്തവണ വിപണിയിൽ വൈവിധ്യമാർന്ന ഉണ്ണിയപ്പങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധേയമാകുന്നു. വിഷുത്തലേന്ന് വീടുകളിൽ കൂട്ടമായി നിന്ന് ഉണ്ണിയപ്പം ചുട്ടിരുന്നത് മലയാളികൾക്ക് ഓർമ്മയാണെങ്കിലും ഉണ്ണിയപ്പമില്ലാതെ വിഷുവില്ല എന്ന മലയാളിയുടെ ശീലത്തെയാണ് വിപണി ചൂഷണം ചെയ്യുന്നത്. വിഷുശീലങ്ങളിലൊന്നായ ഉണ്ണിയപ്പമൊരുക്കാൻ മലയാളിക്ക് നേരമില്ലാതായതോടെ ഇത്തവണ ഉണ്ണിയപ്പ കച്ചവടക്കാർക്ക് കൊയ്ത്തുകാലമായി. വിഷുത്തലേന്ന് ഒത്തുകൂടി ഉണ്ണിയപ്പം ചുട്ട ശീലം മറന്നില്ലെങ്കിലും മലയാളിക്ക് ഇന്ന് അത് സാധിക്കാതായിരിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞവർ വിഷുവിന് മധുരമേകാൻ കിലോ കണക്കിന് ഉണ്ണിയപ്പങ്ങളാണ് ഇത്തവണ വിപണിയിലെത്തിച്ചിരിക്കുന്നത്. ഒരു പാക്കറ്റ് ഉണ്ണിയപ്പത്തിന് 20 രൂപ മുതൽ മുകളിലോട്ടാണ് കടയിലെ വില. പഞ്ചസാര, വെല്ലം എന്നിവ ചേർത്തുണ്ടാക്കിയ വൈവിധ്യമാർന്ന ഉണ്ണിയപ്പങ്ങളാണ് ഇത്തവണ വിപണിയിലുള്ളത്. വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിലയിലും മാറ്റമുണ്ട്. സമയക്കുറവും അധ്വാനവും ഒഴിവാക്കി കടയിൽ ഉണ്ണിയപ്പം വാങ്ങാനെത്തുന്നവർ ഇക്കുറിയും ഏറെയാണ്. ആഘോഷങ്ങൾ വാണിജ്യവൽക്കരിക്കപ്പെടുമ്പോൾ മലയാളിക്ക് വിഷുശീലം പലതും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്.
പയ്യന്നൂരിലെ ആദ്യകാല വ്യാപാരിയും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന ചൂവാട്ട കണ്ണപ്പൊതുവാളുടെ 71ാം ചരമവാർഷിക ദിനാചരണവും TCV കുഞ്ഞങ്ങമ്മ കുടുംബ ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗവും അന്നൂർ തറവാട്ടിൽ നടന്നു. TCV നാരായണൻ അധ്യക്ഷത വഹിച്ചു. വിഷുവെത്തി, എങ്ങും പടക്കക്കടകൾ സജീവമായി. പയ്യന്നൂർ നഗരത്തിൽ തന്നെ നിരവധി കടകളുണ്ട്. അപ്പോഴും പയ്യന്നൂരിൽ ആദ്യമായി പടക്കക്കട ആരംഭിച്ച KA കുഞ്ഞികൃഷ്ണ പൊതുവാൾ വിപണന രംഗത്ത് ഇന്നും സജീവമാണ്. 63 വർഷക്കാലമായി പടക്കക്കട നടത്തുന്ന ഇദ്ദേഹം പഴയകാല ഓർമ്മകൾ അയവിറക്കുകയാണ്. കൊല്ലം മുമ്പ് പയ്യന്നൂരിൽ പടക്കക്കട ആദ്യമായി തുറന്ന മനുഷ്യനാണ് ഇയാൾ. പടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ പഴയ തലമുറകൾ കുഞ്ഞികൃഷ്ണ പൊതുവാളെ മറക്കാറില്ല. ഇന്ന് ചൈനീസ് പടക്കങ്ങളും പൂത്തിരികളും അരങ്ങുവാഴുമ്പോഴും അക്കാലത്തെ പടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം വാചാലനാകുന്നു. അത് മൊത്തം 62 വർഷമായി ഈ വ്യാപാരം ഇവിടെ ചെയ്തു വരുന്നു. ആദ്യം തൃശ്ശൂരിലായിരുന്നു കുറച്ച് സാധനം എടുത്തത്. ആളുകൾ വളരെ കുറവാണ്. ഇത് വാങ്ങുന്ന ആളും വളരെ കുറവാണ്. ഇതിനത്ര ഒന്നും വലിയ പ്രചരണം ഉണ്ടായിരുന്നില്ല. ആദ്യ കാലഘട്ടത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം 1000-2000 രൂപേൻ്റെ സാധനം കൊണ്ടുവന്നാൽ അത് മതി വിഷുവിന്. മറ്റൊരു സമയത്തൊന്നും ഈ വ്യാപാരമില്ല. ഇപ്പോഴതല്ല. ഇപ്പോൾ ആളുകൾ വർദ്ധിച്ചു, ലൈസൻസ് വർദ്ധിച്ചു, മാനുഫാക്ചേഴ്സ് ധാരാളമായി. ശിവകാശിയിൽ നിന്ന് പലതരത്തിലുള്ള വ്യാപാരികൾ രംഗത്ത് വരാൻ തുടങ്ങി. തൃശൂർ, ശിവകാശി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കുന്ന പടക്കം തളിപ്പറമ്പ്, കുപ്പം എത്തിച്ച് ബസ്സുകളിലും പിന്നീട് പെരുമ്പാപ്പുഴയിലൂടെ ചങ്ങാടത്തിൽ പയ്യന്നൂരിലും എത്തിക്കുന്നു. ഏറെ കഷ്ടപ്പെട്ടാണെങ്കിലും പടക്കം ജനങ്ങൾക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ഓലപ്പടക്കമാണ് കൂടുതലും. പൂക്കുറ്റി, നിലച്ചക്രം എന്നിവയാണ് മറ്റുള്ള ഐറ്റംസ്. നാഷണൽ ഫയർ വർക്ക്സ്, ചാമ്പ്യൻസ് എന്നിവയാണ് അന്നത്തെ പ്രമുഖ കമ്പനികൾ. പിന്നീട് IN, സ്റ്റാൻഡേർഡ്, പരാശക്തി തുടങ്ങിയ കമ്പനികൾ രംഗത്തെത്തുകയായിരുന്നു. സ്വന്തമായി ലൈസൻസ് ഉള്ള ഇദ്ദേഹം ആഘോഷക്കാലം അല്ലാത്ത സമയത്തും തുറന്നു പ്രവർത്തിക്കുന്നു. 47-48 കാലത്തെ പയ്യന്നൂരിലെ മികച്ച കായിക താരവും കൂടിയാണ് ഇദ്ദേഹം. നിരവധി പ്രാവശ്യം ചാമ്പ്യനുമായിട്ടുണ്ട്. പഴയ നിരപ്പലകേട്ട ഈ പടക്കക്കടയിൽ ഇപ്പോഴും പടക്ക വിപണി സജീവമാണ്. പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ. പഴയ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് ജീവിത സൗകര്യമാണ്. അതാണ് പടക്ക വിപണിയിൽ ഇന്നും കൃഷ്ണേട്ടനെ പോലുള്ളവരെ പിടിച്ചു നിർത്തുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെ പുതിയ കാലത്തിൻ്റെ വേഗത നോക്കിക്കണ്ട്. പയ്യന്നൂരിലെ ആദ്യ പടക്ക കച്ചവട സ്ഥാപനത്തിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി T. ബാബു, പഴയങ്ങാടി. ഇനി കരിവള്ളൂർ ഫുട്ബോൾ വിശേഷം. കരിവള്ളൂർ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ്ജ് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിൽ കാണികളുടെ അഭൂതപൂർവമായ സാന്നിധ്യം. ഓരോ ദിവസവും മികച്ച ടീമുകളെ കളത്തിലിറക്കി സംഘാടകർ ഫുട്ബോൾ പ്രണയികളെ തൃപ്തിപ്പെടുത്തും വിധം മികച്ച പോരാട്ടത്തിനാണ് കളമൊരുക്കുന്നത്. മാർച്ച് 29 ആരംഭിച്ച ടൂർണമെന്റിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള മികച്ച ടീമുകൾ തന്നെയാണ് കളത്തിലിറങ്ങിയത്. കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ ഷൂട്ടേഴ്സ് പടന്നയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോടും തമ്മിൽ കനൽ പാറുന്ന കാൽപന്ത് യുദ്ധം തന്നെയാണ് കാഴ്ചവെച്ചത്. C. കൃഷ്ണൻ MLA, ഡോക്ടർ VC രവീന്ദ്രൻ, നീലേശ്വരം CI, KV പ്രേമരാജൻ എന്നിവർ കളിക്കാരുമായി പരിചയപ്പെട്ടു. ആദ്യ മത്സരത്തിൽ സമനിലയിൽ പിരിഞ്ഞതിനെ തുടർന്ന് മാറ്റിവെച്ച പോരാട്ടമായിരുന്നു ഞായറാഴ്ച ഷൂട്ടേഴ്സ് പടന്നയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോടും തമ്മിൽ നടന്നത്. ഗാലറികളിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ ആവേശം കൊണ്ട് ഇളക്കിമറിച്ച ചടുലവേഗ ചാരുതയാർന്ന നീക്കങ്ങളാൽ ഇരു ടീമുകളും കരുത്തും വൈഭവവും നിറഞ്ഞ മികച്ച പോരാട്ടമാണ് കാഴ്ചവെച്ചത്. ആക്രമണോത്സുക പോരാട്ടത്തിന്റെ സർവ്വതന്ത്രങ്ങളും പയറ്റിയെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോടിന് ഷൂട്ടേഴ്സ് പടന്നയുടെ കളമറിഞ്ഞുള്ള തന്ത്രപരമായ നീക്കങ്ങൾക്ക് മുന്നിൽ അതിജീവിക്കാനായില്ല. ഒന്നിനെതിരെ 4 ഗോളുകൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടന്നയോട് പൊരുതി തോൽക്കുകയായിരുന്നു. രണ്ടാം സെമി ഫൈനലിൽ തിങ്കളാഴ്ച സെലക്ടഡ് വലിയ പറമ്പയെ ഷൂട്ടേഴ്സ് പടന്ന നേരിടും. ഏപ്രിൽ 15 ബുധനാഴ്ചയാണ് കരിവള്ളൂർ അഖിലേന്ത്യാ സെവൻസിന്റെ ഫൈനൽ മത്സരം നടക്കുക. നല്ലതിനെയും ചീത്തയെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ പുതുതലമുറയെ വാർത്തെടുക്കുകയാണ് ദൃശ്യമാധ്യമങ്ങൾ ചെയ്യുന്നതെന്ന് പ്രശസ്ത സിനിമാ സംവിധായകൻ അനിൽ വി നാഗേന്ദ്രൻ.
ചിടിങ്ങൽ കോസ്മോസ് ക്ലബ്ബ് 30ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിമിനൽ ആക്ടിവിറ്റീസ്, ഏറ്റവും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പത്രമാധ്യമങ്ങൾ വലിയ സ്ഥാനം നൽകും. ഇത് ഏറ്റവും അലസമായി ചെയ്യുന്നൊരു കാര്യം. ക്രിമിനൽ സംഭവങ്ങളും അശ്ലീലങ്ങളും ഉയർത്തിക്കാട്ടുകയാണ് ഇന്നിൻ്റെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഇത് ബോധപൂർവം സൃഷ്ടിക്കപ്പെടുകയാണ്. നല്ലതിനെ തിരിച്ചറിയുവാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. PC കുഞ്ഞപ്പൻ അധ്യക്ഷനായി. സിനിമാ നടി കുമാരി ആത്മീയ, പർവ്വതാരോഹകൻ കണ്ണപുരത്ത് മനീഷ്, ജിതേഷ് കുമാർ, OV പവിത്രൻ, സന്തോഷ് ചിടങ്ങിൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാങ്കോല LP സ്കൂളിൽ യാത്രയയപ്പും വാർഷികാഘോഷവും വിപുലമായ പരിപാടികളോടെ നടന്നു. ആഘോഷ പരിപാടികൾ KP രമണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 30 വർഷത്തെ ദീർഘമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക C സുമതിക്കുള്ള യാത്രയയപ്പും വാർഷികാഘോഷ പരിപാടികളുമാണ് നടന്നത്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KT രമണൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. ലോകത്തേക്ക് വെച്ച് ഏറ്റവും സ്തുത്യർഹമായ പ്രവൃത്തി ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് തർക്കങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. ആതുര ശുശ്രൂഷ മേഖലയാണ് എന്നൊരു കൂട്ടർ വാദിച്ചപ്പോൾ അതല്ല, രാഷ്ട്രീയത്തിലെ ഉയർന്ന പ്രവർത്തനങ്ങളാണ് എന്ന് മറ്റൊരു കൂട്ടർ വാദിച്ചപ്പോൾ അതിൻ്റെയൊക്കെ അവസാനത്തിൽ വന്ന മറ്റൊരു ഉത്തരമെന്ന് പറയുന്നത് അവരെല്ലാം പഠിപ്പിച്ചതും വളർത്തിയതും ആരാണ് എന്നുള്ള ഒരു ചോദ്യമാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് P ഉഷ, സുശീല ടീച്ചർ, K രാജൻ, P ഷീജ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പടന്ന ഹിദ്മത്തുൽ ഇസ്ലാം സംഘം 65ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പടന്ന റഹ്മാനിയ മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പ് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പടന്ന ഹിദ്മത്തുൽ ഇസ്ലാം സംഘം 65ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വൃക്കരോഗ നിർണയ ക്യാമ്പിൽ TK ഇസ്ഹാഖ് ഹാജി അധ്യക്ഷത വഹിച്ചു. AC നാസർ, സുബൈദ അസീസ്, PC ഫൗസിയ, MK സാഹിറ തുടങ്ങിയവർ സംബന്ധിച്ചു. വലിയ തോതിലുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കേണ്ടായി. നമ്മുടെ ബഹുമാനപ്പെട്ട MP ആണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് ഇന്ന് വൃക്ക രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശീലനവും ബോധവൽക്കരണ ക്ലാസുകളുമാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും വേറെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണിത്. പടന്ന പഞ്ചായത്തും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി നിർധനരായ രോഗികൾക്ക് വിഷുക്കിറ്റ് വിതരണം ചെയ്തു. ഇത്തിരിവട്ടം പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് വിഷുക്കിറ്റ് വിതരണം ചെയ്തത്. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തെങ്ങിൽ നിന്ന് വീണ് നട്ടലിന് ക്ഷതമേറ്റ കിടപ്പിലായ കാന്തലോട്ടെ ശശിക്ക് കിറ്റ് വിതരണം ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC സുബൈദ, മെമ്പർമാരായ PC ഫൗസിയ, താഹിറ, PV മുഹമ്മദ് അസ്ലം, PP കരുണാകരൻ മുതലായവർ സംബന്ധിച്ചു. HA ഗോപിനാഥ്, ഡോക്ടർ വിക്രം, JH ജതി, ശർമിള തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. എരമത്ത് വീട് തകർന്നു. പഴയങ്ങാടിയിൽ കടകളിലും വീടുകളിലും വ്യാപകമായി വെള്ളം കയറി. മതസൗഹാർദ്ദം ഊട്ടിവളർത്തേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നും എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് അത് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുവെന്ന് ചിന്തിക്കണമെന്നും MP KC വേണുഗോപാൽ. കുഞ്ഞിമംഗലം പുതിയ പുഴക്കര റോഡ് പാർശ്വഭിത്തി നിർമ്മാണത്തിന് 32 ലക്ഷം രൂപ അനുവദിച്ചു. TV രാജേഷ് MLAയുടെ വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. റോഡിന്റെ അപകട ഭീഷണി നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണൂർ ജില്ലയിൽ പെട്രോൾ പമ്പ് സമരം. ചാകരക്കോളുമായി സമീപ ജില്ലയിലെ പമ്പുകൾ. കരിവെള്ളൂർ കുതിരിലെ ഉഷാകുമാരിക്കും കുടുംബത്തിനും സഹായഹസ്തവുമായി നാട്ടുകാർ. കുടുംബസഹായ സമിതി സ്വരൂപിച്ച 3.5 ലക്ഷം രൂപ C കൃഷ്ണൻ MLA കൈമാറി. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.